ഇന്ന് മറ്റൊരു വിശേഷവുമായി വന്നിട്ടുണ്ട്. വിശേഷമല്ല, വീഡിയോ. അപ്പോൾ നമ്മൾ ഇഞ്ചിക്കുന്ന്, കാഞ്ഞിരപ്പുഴ ഡാം അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തെ വശത്ത്, അതായത് ഡാമിൻ്റെ പുറകു വശത്തുള്ള ഇരുമ്പകച്ചോലയുടെ വിശേഷങ്ങളുമായിട്ടാണ് നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ നിങ്ങളെന്നെ ഈ വീഡിയോ ഫുള്ളൊന്ന് കണ്ടു നോക്കുക. എന്ത് ഭംഗിയല്ലേ! നമുക്ക് എന്താ പറയുക, സമയം കിട്ടുന്ന ആളുകളൊക്കെ കുറച്ച് സമയം പോയിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. അവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്, റീൽസ് നടക്കുന്നുണ്ട്, വേറെ എന്തൊക്കെയോ ഷൂട്ട് നടക്കുന്നുണ്ട് ഓരോ ഭാഗത്ത് കൂടെ. അങ്ങനെ നീണ്ട് കിടക്കുകയാണ്. നമ്മുടെ പാലക്കാടുള്ള മലമ്പുഴയ്ക്ക് അപ്പുറമുള്ള കവയനെ കാട്ടിയും കൂടുതൽ സ്ഥലം ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടപ്പോൾ അങ്ങനെ തോന്നി. ഞങ്ങൾ ഫാമിലിയായിട്ട് കവയിലൊക്കെ ഒരുപാട് തവണ പോയിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഒരു സ്പേസ് അവിടെ എനിക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കണ്ടിട്ടില്ല. ഉണ്ടാവുമായിരിക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളൊന്ന് കണ്ടു നോക്കുക. ഇത് ഞാൻ മാത്രമല്ല, ഒരുപാട് ആളുകൾ അവിടെ വീഡിയോ എടുക്കുന്നുണ്ട് ഈ സ്ഥലം. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. പിന്നെ അതല്ല, പ്ലാസ്റ്റിക് മറ്റേ മാലിന്യങ്ങളൊന്നും അവിടെ ഇടാൻ സമ്മതിക്കില്ല. കാരണം അതിൻ്റെ പുറകു വശത്തുള്ള വീട്ടിലുള്ള ആളുകളും ഇനി അവിടെയുള്ള ആളുകളായിരിക്കാം. ഫുൾ ടൈം വാച്ചിങ് ഉണ്ട് അവിടെ എന്തായാലും. അപ്പോൾ ഞങ്ങളിങ്ങനെ അപ്പുറത്ത് ഷൂട്ടിങ് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് റീൽസിൻ്റെ ഭാഗമായിട്ട് ഇപ്പുറത്തും ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വോയിസ് കൊടുക്കാത്തത്. കാരണം ഫുൾ സോങ്ങും ബഹളവും ഒക്കെ ഉണ്ട് അവിടെ. അത് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം അതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ടുള്ള വോയിസ് തന്നെ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ പിന്നെ വേറൊരു കാര്യം കൂടി ഇവിടെ കാണാനുണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ പിന്നെ ഇരുമ്പകച്ചോലയുടെ ഒരു ഭാഗങ്ങൾ കവർ ചെയ്യുന്ന സമയത്ത് ഒരു വീടിൻ്റെ സൈഡിലായിട്ട് മൂച്ചി നിറച്ചും മാങ്ങ കേട്ടോ. മാങ്ങ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മാങ്ങ. അവർ കാണാതെ നമുക്ക് പറിക്കാമെന്നുള്ള ഉദ്ദേശം വേണ്ട. കാരണം എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കും ആരും കാണുന്നില്ല എന്ന്. പക്ഷെ ആ വീട്ടിൻ്റെ ഉടമസ്ഥ തന്നെ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ഞങ്ങൾ അതൊന്നും നോക്കിയില്ല. കുട്ടികൾ കയറേണ്ട ആവശ്യമൊന്നുമില്ല, കൈ കൊണ്ട് എത്തിപ്പിടിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ മാങ്ങയൊക്കെ കഴിച്ച് അവരോട് ചോദിച്ചു വിട്ടു, പെർമിഷൻ വാങ്ങി മാങ്ങയൊക്കെ പറിച്ച് ഞങ്ങളതൊക്കെ അടുത്ത് അങ്ങനെ നടന്നു. എന്തായാലും ഈ വിശേഷങ്ങളൊക്കെ ഇവിടെ തന്നെ ചെല്ലണം കാണണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഈ ഇരുമ്പകച്ചോല തന്നെ ചെല്ലണം. അത്ര അടിപൊളി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് വന്ന് നോക്കണം. വന്നവരായിരിക്കും മിക്കവാറും പാലക്കാട് ജില്ലയിൽ. ഇത് ഈ ഇരുമ്പകച്ചോല, കാഞ്ഞിരപ്പുഴ ഡാം, ഇഞ്ചിക്കുന്ന് ഇതൊന്നും കാണാത്ത ആളുകൾ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വീഡിയോസൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിലും നമുക്ക് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഇനി അടുത്തത് എവിടെയെന്നുള്ള സെർച്ചിങ്ങിലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ഓൾ എന്ന ബട്ടണും കൂടി ഉണ്ടാകുമ്പോഴത്തേക്ക് അപ്പോൾ അടുത്ത ഇതുപോലത്തെ നല്ല അടിപൊളി ലൊക്കേഷനൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഒരു കാരണവശാലും ഇവിടെ വന്നിട്ട് വോയിസ് കൊടുക്കാൻ പറ്റില്ല. കാരണം അങ്ങ് പറ്റുകയെന്നുണ്ടെങ്കിൽ തന്നെ കുറച്ചും കൂടി നേരത്തെ വരണം തോന്നുന്നു. നമ്മളൊരു 3:30 ആ ടൈമിലേക്ക് അവിടെ എത്തിയാൽ ഫുള്ള് തിരക്കാട്ടോ. അപ്പോൾ കാരണം ഷൂട്ടിങ്ങും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവിടെ നടക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള വോയിസ് കൊടുക്കാൻ പറ്റില്ല. എന്തൊരു ഭംഗിയാണെന്നറിയോ! എത്രയും കുഞ്ഞു പിള്ളേരെയും കൊണ്ടും ഫാമിലിയും ഒക്കെ വന്നിട്ട് ഭയങ്കര സമയം ചിലവഴിക്കുന്ന ഒരു നമ്മുടെ കൊച്ചു കവ അതുപോലെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക് കേട്ടോ. അല്ലെങ്കിൽ വന്ന് നോക്ക്. വന്നവരും കണ്ടവരും ഒക്കെ ഒന്ന് മെസ്സേജ് ഇടുക, കമൻറ്റ് ചെയ്യുക. അപ്പം പിന്നെ എന്താ പറയാൻ വന്നേ, അങ്ങനെ ഞങ്ങൾ ആ സംഭവങ്ങളൊക്കെ കണ്ട് സ്ഥലങ്ങളൊക്കെ കണ്ട് നല്ല നമുക്ക് അങ്ങ് ഉള്ളിലേക്ക് കുറച്ച് ദൂരം കൂടി ഉള്ളിലേക്ക് നടന്നു പോകാം കേട്ടോ. വള്ളത്തിൽ കൂടെ കറക്റ്റായിട്ട് നിലം കാണുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ് അവിടെ. അപ്പോൾ ഇരുമ്പകച്ചോലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. അങ്ങനെ ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് സമയമൊക്കെ അവിടെ നിന്നു. പോരാനേ തോന്നുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇരുട്ടാവുന്നതിനനുസരിച്ച് നല്ല ഭംഗിയാവുന്നുണ്ട്. കുറച്ച് സീനറിയൊക്കെ നല്ല രസമുണ്ട്. അങ്ങനെ നേരത്തെ പറഞ്ഞ മാങ്ങയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഒരു വീഴ്ചയൊക്കെ വീട് അവിടെയൊക്കെ സ്ഥലമൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് അടുത്തത്